ചില ദിവസങ്ങളിൽ എവിടേക്കെങ്കിലും പോകാൻ പ്ലാൻ ഇടുന്ന സമയത്ത് രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത് കണ്ണമ്മോൻ എണീക്കുന്നതിന് മുന്നേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് ചെയ്യും കേട്ടോ. രാവിലെ എണീറ്റ് ഞാൻ അടുക്കളയിൽ വന്ന് ഇച്ചിരി പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകുമായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തോ പൊന്നു അപ്പോൾ നമ്മൾ കഴുകാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ കാര്യത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ നമ്മൾ ഒരു ഇതൊക്കെ നടത്തുന്നത്. എവിടെ പോവുകയാണെന്നൊന്നും ഞാൻ ആദ്യമേ പറയുന്നില്ല, വീഡിയോയിൽ കൂടെ കാണിക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ പറയാത്തത്. അപ്പോൾ രാവിലെ അമ്മ അപ്പം ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 4 അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ഛന് കഴിക്കാനുള്ള അപ്പം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ വെച്ചേക്കുമായിരുന്നു. പിന്നെ മുട്ടയും പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് എന്തോ ഒരു മീറ്റിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി അമ്മ അങ്ങോട്ട് പോയേക്കാണ്. പിന്നെ കുറച്ചധികം തുണികൾ അലക്കാനുണ്ടായിരുന്നു. കുറച്ച് ദിവസം 2-3 ദിവസത്തെ ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തൊക്കെ പോയേക്കിൻ്റെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇടുകയാണ്. അപ്പോൾ ഈ സൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ വൃത്തിയാക്കി കൂടെ എന്നൊക്കെ പറയാറുണ്ട്. എത്ര വൃത്തിയാക്കിയാലും ഇവിടെ വൃത്തിയല്ല. കാരണം ഇവിടെ അടുക്കളത്തെ വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുന്നതും പിന്നെ അമ്പടൂൻ്റെ കുറേ ടോയ്സൊക്കെ കൂടെ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. ആ സൈഡിൽ ഒരു പെട്ടി ഇരിക്കുന്നുണ്ടോ, അതിൽ ഫുള്ള് ഇരിക്കുന്ന കണ്ണമ്മോൻ്റെ ടോയ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതിന് മുമ്പ് നമുക്കൊരു വീഡിയോ കണ്ടല്ലോ, ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്, നമുക്കൊന്ന് കണ്ടാലോ. നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട്. ഇത് കണ്ടോ, എനിക്ക് വിഷമം വരുന്നു കണ്ടിട്ട്. നല്ല കൊഴിച്ചിലുണ്ട് കണ്ടോ. രണ്ടുപേരും കൂടെ പറയുന്നേ അയ്യോ ആണോ? അമ്മ നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട്, നല്ല രീതിയിൽ പൊട്ടിയും പോകുന്നുണ്ട്. എന്ത് ചെയ്യും, എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല. പണ്ടൊക്കെ ചെമ്പരത്തി പൂവും ഇലയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് എണ്ണ അനത്തി തേക്കുമായിരുന്നു. അപ്പൊ കുറയൂല്ലേ? എന്നാ ഒന്ന് നോക്കായിരുന്നു. ഇപ്പൊ അതിനൊക്കെ ആർക്കാ സമയം? അതും ശരിയാ. ചെമ്പരത്തി എണ്ണയൊക്കെ ഇപ്പൊ ഓൺലൈൻ വഴി കിട്ടും, അതൊന്ന് നോക്ക്. അത് ശരിയാ, അതൊന്ന് നോക്കി കളയാന്ന. അപ്പൊ നമ്മള് ഓർഡർ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ട്. പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ മാമാത്തിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുടി കൊഴിച്ചിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ മുടിയാകെ പൊട്ടിപ്പോകുന്നതിനൊക്കെ ഒരു സൊല്യൂഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ നമ്മളെ തേടിങ്ങി എത്തിയിട്ടുണ്ട്. ഇതാണ് അപ്പൊ നമ്മുടെ മാമാത്തിന്റെ ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ ഹെയർ ഓയിൽ ആണ് കേട്ടോ. അതുപോലെ തന്നെ അതിന്റെ തന്നെ നമുക്ക് നമ്മുടെ ഷാമ്പൂ കൂടെ വന്നിട്ടുണ്ട്. നമ്മൾ ഏതൊരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിലും അതിന്റെ തന്നെ ഷാമ്പൂ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. നമ്മുടെ ഹെയറിന് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ളത് അത് തന്നെയാണ്. അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. കാര്യം നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഈ ഒരു ഓയിൽ എത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇതും കൂടെ നമുക്ക് ഒരു കോമ്പ് പോലെയുള്ള ഒരു സംഭവമാണ്. അതും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ തന്നിട്ടുണ്ട്. അതല്ല നമുക്ക് അതല്ലാതെ യൂസ് ചെയ്യേണ്ടവർക്ക് അതല്ലാതെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇപ്പൊ വന്നിട്ട് ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ ഹെയർ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര പൊട്ടി പോവാട്ടോ. ഒട്ടും തിക്കല്ല, ഒട്ടും സ്ട്രോങ് അല്ല എന്റെ ഹെയർ. അപ്പൊ നമ്മളിത് ഇങ്ങനെ പിടിച്ചാൽ തന്നെ ഇങ്ങനെ ഒന്ന് വലിക്കുമ്പോ തന്നെ പൊട്ടി, അത്രേ ഉള്ളൂ. അത്രയും പോലും സ്ട്രോങ് അല്ല എന്റെ ഹെയർ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരു ആഫ്റ്റർ 10 days 20 ഡേയ്സിന് ശേഷം അല്ലെങ്കിൽ 1 monthന് ശേഷം എങ്ങനെയാവും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പൊ നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പുള്ളോട് സുഖമായിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഇത് തട്ടുകയും ചെയ്യും. നന്നായിട്ട് നമ്മുടെ ഈ ഓയിൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇറങ്ങി ഇതാക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളിടത്ത് കൂടെയൊക്കെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിങ്ങനെ അപ്പോൾ എന്തായാലും നമ്മുടെ തലയിൽ നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തലയൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മുടെ മസാജിങ് നമ്മുടെ ഹെയറിന് നല്ലതാണ്. കാര്യം നമുക്ക് ഹെയർ ലോസ് ഒക്കെ നിൽക്കാനാണെങ്കിൽ നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ആവാനും നമ്മുടെ ആ തലയിൽ തേച്ചിട്ടുള്ള ഒരു എണ്ണ നമ്മുടെ മുടിയിലേക്ക് നല്ല രീതിയിൽ ഒന്ന് അബ്സോർവ് ആവാനൊക്കെ നമ്മൾ ഈ ഒരു മസാജിങ് നല്ലതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ ഒക്കെ കൂടെ പൊക്കി ഇതിങ്ങനെ കെട്ടി വെച്ച് കൊടുക്കണം. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് വാഷ് ചെയ്ത് കളയാം.
അപ്പോൾ ഗൈസ് നമുക്കിനി തല വാഷ് ചെയ്യാം, തല ഹെയർ വാഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ മാമാർത്തിൻ്റെ തന്നെ ഷാമ്പൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏത് എണ്ണ എടുക്കുകയാണെങ്കിലും അതിൻ്റെ തന്നെ ഷാമ്പൂ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് വെള്ളത്തിലൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിലാണെന്നുണ്ടെങ്കിലും ഇതിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തിയും അതുപോലെ തന്നെ കറിവേപ്പിലാണ് കേട്ടോ. അപ്പോൾ അതെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും നല്ല രീതിയിൽ അറിയുന്നതായിരിക്കും. ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ അത് 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അമ്മ എനിക്ക് മുടിയിൽ തേച്ച് തന്നുകൊണ്ടിരുന്ന ഏറ്റവും കൂടുതൽ ചെമ്പരത്തിയിലെ താളിയും ചെമ്പരത്തിയുടെ പൂവിട്ടിട്ടും കറിവേപ്പില ഇട്ടിട്ടും കറ്റാവാഴ ഇട്ടിട്ടൊക്കെ കൂടെ കാച്ചി എടുത്തിട്ടുള്ള എണ്ണയൊക്കെയാണ് എൻ്റെ അമ്മ എനിക്ക് തേച്ചു തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നും ഇന്നും എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ ആ ഒരു മാമാർത്തിൻ്റെ ഓയിലിൻ്റെയും അതുപോലെ തന്നെ ഷാമ്പൂൻ്റെ ഒക്കെ റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. കാര്യം എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കിതാ ഒട്ടും ഹെയർ ലോസ് ഇല്ല കേട്ടോ. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒന്നും നിൽക്കുമെന്നല്ല പറയുന്നത്, നമ്മൾ യൂസ് ചെയ്ത് പോകെ നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ ഹെയർ ആയിരുന്നു എൻ്റെ, പക്ഷെ ഇപ്പം അതൊക്കെ ഒരു ചെറിയ മാറ്റമുണ്ട് കേട്ടോ. ഒട്ടും ഡ്രൈ ആയിട്ടിരിക്കുന്നില്ല, കുറച്ച് സ്മൂത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്, എന്നാൽ കുറച്ച് കേളായിട്ടും ഇതേപോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല എന്നെ എടുത്ത് കാണിച്ചു തരുന്നുണ്ടായിരുന്നു ഒന്ന്, എൻ്റെ മുടിക്ക് ഒട്ടും സ്ട്രോങ് അല്ലായിരുന്നു എൻ്റെ ഹെയർ. ഇത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. കാര്യം ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട് ഹെയർ. അപ്പൊ എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മാമാർത്ത് എന്ന് പറയുന്ന ഒരു നന്മയാണ്. അത് അവരുടെ പ്രൊഡക്റ്റിൽ മാത്രമല്ല അവർ നിലകൊള്ളുന്ന മൂല്യത്തിലും കാണാം. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് പ്ലാൻ ഗുഡ് ഇനിഷ്യേറ്റീവ്. ഇപ്പൊ നമ്മൾ അവരുടെ വെബ്സൈറ്റ് വഴിയോ അതല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ വഴിയോ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഓർഡർ അവര് നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരു മരത്തിലേക്ക് ലിങ്ക് ചെയ്യും. 2025 കൂടി 10 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് മാമാർത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അപ്പൊ മാമാർത്തിന്റെ പ്രൊഡക്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ വഴിയോ അതല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫർ ഉണ്ടായിരിക്കും കേട്ടോ. അത് മാത്രമല്ല മാമാർത്തിന്റെ പ്രൊഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് ആമസോണും ഫ്ലിപ്കാർട്ട് നൈക്ക തുടങ്ങിയ ആപ്ലിക്കേഷനിൽ കൂടെ എല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറുകളിലും ഇപ്പൊ മാമാർത്തിന്റെ പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ബൈ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ പോകുന്ന എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ദൂര യാത്രയ്ക്ക് പോവാണ്. ആ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ എത്തുന്നത് നാളെ വൈകുന്നേരത്തായിരിക്കും. വെറുതെയാണ്, ഞാൻ വെറുതെ പറഞ്ഞാണ് ഗൈസ്. അമ്പടേ ഇങ്ങ് വന്നേ, ഓഫ് ഇങ്ങ് വന്നേ. ചേച്ചിമാർക്കേ ABCD ഒന്ന് പറഞ്ഞു കൊടുത്തേ. A പറഞ്ഞ, B C C. അപ്പൊ തന്നെ അനന്ത് വന്നു ഇവിടെ, അതുകൊണ്ട് അവർ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പൊ ഗൈസ്, അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരിടം വരെ പോവാണ്. എനിക്കിവിടെ ഫ്രണ്ട് എന്ന് പറയാൻ ആകെ കയ്യിലെണ്ണാവുന്ന, അതായത് ഗേൾസ് കയ്യിലെണ്ണാവുന്ന 2-3 പേരേ ഉള്ളൂ. ബോയ്സ് ആയിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ അഭിയാനന്ദൊക്കെയാണ്. സോ നമ്മള് ഗേൾസ് ആയിട്ട് എനിക്കുള്ളത്. അപ്പൊ അവളുടെ അടുത്തേക്ക് ഞാൻ പോവാണ്. കൃഷ്ണേട്ടൻ എന്നെ അവിടെ ആക്കിയിട്ട് കൃഷ്ണേട്ടൻ തിരിച്ചു പോരും. അപ്പൊ ഞങ്ങള് കൃഷ്ണേട്ടൻ ഞങ്ങളെ എൻജോയ് ചെയ്യും. കൃഷ്ണേട്ടൻ ഇല്ല, ഞങ്ങൾ എൻജോയ് ചെയ്യും. ഞങ്ങളപ്പോ പോവാണ്. അപ്പൊ നമുക്ക് വീഡിയോസ് അവിടെ ചെന്നാണ് ആരാ എന്താന്നൊക്കെ നമുക്ക് പോകാം. അയ്യോ, അമ്പുടിനെ ആരെ കരയിച്ചത്? മാമ കരയിച്ച. അപ്പൊ ഗൈസ്, നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നില്ല കേട്ടാ. അയ്യോ, വിഷ്ണുവിന്റെ എത്ര തവണ നമ്മൾ വന്നു പോയാലും വിഷ്ണുവിന്റെ പിന്നെയും തെറ്റും. നോക്കട്ടെ, തെറ്റാതെ നമ്മൾ എത്തുന്നു. അയ്യോ, തെറ്റി അന്ന് വിഷ്ണുവിന്റെ പോലെ തന്നെ ആയിരുന്നു. അതെ വിഷ്ണുവിന്റെ വീണ്ടും തെറ്റിയിരിക്കുന്നു ഗൈസ്. വിഷ്ണുവിന്റെ വന്ന് ഒതുക്കിയ സ്ഥലം വീണ്ടും തെറ്റാണ്. ഇതുമല്ല, വിഷ്ണുവിന്റെ 2 തെറ്റി. പിന്നെ തെറ്റിയിരിക്കുന്നു. അടുത്ത ഡെസ്റ്റിനേഷൻ. അതെ, ഏട്ടൻ ചരിച്ചു. ഏട്ടൻ ഇവിടെ നിർത്തി ചരിച്ചല്ലേ? അല്ല, നോക്കട്ടെ കറക്റ്റ് എവിടേക്കാണ് ഏട്ടൻ തിരിക്കുന്നത്. നോക്കട്ടെ, എപ്പ വരുമ്പോഴും വിഷ്ണുവിന്റെ ഇവിടെ എത്തുമ്പോ തെറ്റാറുണ്ട്. തെറ്റി, വീണ്ടും തെറ്റി. വിഷ്ണു ഇവിടേക്ക് എത്തി നോക്കി വിഷ്ണുട്ടൻ തെറ്റി. വിഷ്ണുവിന് തെറ്റി 3. യെസ്, ഇത് കറക്റ്റ്. എന്താ ഇത് തന്നെ വിഷ്ണുട്ടൻ കാര്യം. അന്ന് അവിടെ വണ്ടി നിർത്തി ഓർമ്മ ഉണ്ടോ? അമ്പൂട് വന്നിട്ട് രാവിലെ ഏട്ടൻ അവിടുന്ന് ടോയ്സ് മേടിച്ചു കൊടുത്തായിരുന്നു. അയ്യോ, അമ്പൂട് ഉറങ്ങുവാണോ? അമ്പൂട് ഉറങ്ങുന്നു. പള്ളി അമ്പുടെ ഇത് എവിടെയാ? ഇത് അക്രീം തിന്നാണോ? ആരാ അക്രീം വാങ്ങി തന്നെ? ആരാ വാങ്ങി തന്നെ? അപ്പയാണോ വാങ്ങി തന്നത്? ഇതാരാ? ഇതാരാ? ചേച്ചിയോ? അപ്പൊ അപ്പ ആരാ? എന്തി അപ്പ എന്തിയെ? അമ്പുടെ അച്ഛ എന്തിയെ? അമ്പുടിന്റെ അച്ഛ എന്തിയെ?
പോയാ അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ഞങ്ങൾ കാണിക്കുള്ളൂ എവിടെ വരുന്നത് ആദ്യം പറയത്തില്ലെന്നൊക്കെ. എനിക്ക് ആകോടെ വരാനുള്ള ഇത്രയും ദൂരം വരാനുള്ള ഒരേ ഒരു കൂട്ടുകാരി ഇത് തന്നെയാണ്. ഈ മുഖം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടു കാണും, ഞങ്ങളുടെ വീട്ടിൽ തന്നെ കണ്ടു കാണും, പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആയി ഞങ്ങൾ കണ്ടിട്ട്. അതെ, ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വരാമെന്ന് പറഞ്ഞ് പറ്റിക്കും. കാര്യം ഇച്ചിരി ദൂരം ഉണ്ടേ അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചുമ്മാ ഇറങ്ങാമെന്നും പറഞ്ഞു തന്നെയാണ്. ഈ ഷോപ്പൊക്കെ നിങ്ങൾക്ക് അറിയാം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇനാഗ്രേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അത് കാരണം കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. നമ്മുടെ മമ്മു തിന്നാൻ പോവുകയാണോ നമ്മള്? അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചോറ് തിന്നാൻ പോരുന്നു. ഹായ് മമ്മ തിന്നാൻ പോവാം. ഓ മമ്മ കിട്ടിയില്ലേ? മമ്മ വേണോ? എവിടെ താഴത്തോ? എവിടെ താഴെ മമ്മ? എവിടെ? മമ്മ തിന്നാം. നോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് അമ്പൂടെ അക്രീം വേണം പറഞ്ഞിട്ട് ഞങ്ങളൊരു അക്രീം വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഷോപ്പിൽ വന്നു. അപ്പോൾ ഇതാണ് ഷോപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന അറിയാം. ഇപ്പോൾ ഇവിടുന്ന് റെൻറ്റിലും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ റെൻറ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് റെൻറ്റിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഓർണമെന്റ്സ് ഒന്നും റെന്റിൽ കൊടുക്കില്ലല്ലോ? കൊടുക്കും, കൊടുക്കും, റെന്റിന് കൊടുക്കും. ഓക്കെ ബാക്കി അല്ലാതെ ഉണ്ട് കേട്ടോ. അതൊക്കെ അല്ലാതെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു പ്രീ കട തുടങ്ങിയ ഞാനും കൂടുതൽ അടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ജ്വല്ലറി പ്രൊമോഷൻസ് ചെയ്യാറില്ല. എൻ്റെ പേജ് നോക്കിയറിയാം, ഞാൻ അങ്ങനെ ചെയ്യാറേ ഇല്ല. കാര്യം എനിക്ക് ഭയങ്കര മടിയാണ് ജ്വല്ലറിയുടെ പ്രൊമോഷൻ ചെയ്യാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ആവശ്യം വരുമ്പോഴെല്ലാം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യും, എന്നിട്ട് തിരിച്ച് ഞാൻ ഇവിടെ തന്നെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കളക്ഷൻ. സൂപ്പർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിനേക്കാൾ ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറച്ചും കൂടെ കൂടുതൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സെറ്റ് കൊള്ളാം. ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതൊക്കെ കാണുമ്പോഴല്ലേ അയ്യോ എന്ത് രസമാ. എനിക്ക് ആദ്യമൊക്കെ ഇല്ലേ, ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നതിനൊക്കെ ഇൻസ്റ്റയിലൊക്കെ വരുന്നതിന് മുന്നേ ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഇടാൻ തോന്നുമായിരുന്നു. ഇപ്പം ഇല്ല. കാര്യം നമ്മൾ ഇട്ടിട്ട് മടുത്ത് കാരണം ഇപ്പം അങ്ങനത്തെ കൊതിയില്ല. ഇപ്പം എനിക്ക് ഇടുന്നതേ ഇഷ്ടമല്ല. അതൊക്കെ കമ്മൽ. അതെ, പിന്നെ ഞാൻ ഇടുന്നത് കമ്മൽ മാത്രമാണ്. അതൊന്നിലും ചെറുതിടും അല്ലെങ്കിൽ വലുതിടും. ഞാൻ ഏറ്റവും കൂടുതൽ വലുത് കമ്മലിടുന്ന എപ്പോഴും കണ്ടിട്ടുള്ളത് ഇവളേനെയാണ്. ഇവളെന്ന് കണ്ടാലും വലിയ ചുമക്ക് വലിയ സംഭവങ്ങളായിരിക്കും എപ്പോഴും കാതിലുണ്ടാവുക. ഇവിടെ എല്ലാ കളക്ഷൻസും ഒരുവിധം എല്ലാ മോഡലുകളും ഉണ്ട് കേട്ടോ. എല്ലാ വളകളും ഉണ്ട്. ഇതുപോലെ വലിയ കമ്മലൊക്കെ ഉണ്ട്. ഇതേപോലെ വലിയ കമ്മൽ ബ്രൈഡ് സെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചിലർ ഗോൾഡ് എടുക്കാതെ ഇതുപോലെ എടുക്കുന്നവരുണ്ട്. അതിന് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബ്രൈഡും കാര്യങ്ങളൊക്കെ അതുപോലെ ബ്രൈഡൽ സെറ്റൊക്കെ ഉണ്ട്. ഇനി കാഷ്വലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതുണ്ട്, ഇതുണ്ട്, ഇവിടെയുണ്ട് കേട്ടോ. ഇപ്പോൾ സാരി ടോപ്പൊക്കെ വേണമെങ്കിൽ അതും ഉണ്ട്. ഇവിടെ എല്ലാം പോകുന്നൊക്കെ. ചേച്ചി കൊള്ളാല്ലേ. ഇനി ഇവിടുന്ന് പോകുമ്പോൾ വേണം എനിക്ക് ഷൂട്ടിനുള്ളതും കൂടെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവാൻ. ഞാൻ ഒരു ഷൂട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പം അതിന് ഇവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നില്ല. പോയോ? എവിടെ എവിടെ? ആയാ കയ്യിലാക്കി അമ്മടു. അപ്പോൾ വിഷ്ണുവേട്ടൻ പോയിട്ടോ. വിഷ്ണുവേട്ടൻ എന്നെ ഇവിടെ ആക്കിയിട്ട് വിഷ്ണുവേട്ടൻ പോയി. ഞങ്ങൾക്ക് വർത്താനൊക്കെ പറയാനുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തീരുന്നതല്ല ഒന്നും. അത് തന്നെയാണ് വർത്താനൊക്കെ പറഞ്ഞ്. അതെ, തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ. ഒരു 4 മണി 4:30 ആകുമ്പോൾ വിഷ്ണുവേട്ടൻ വരും. ഏട്ടൻ ഇവിടുന്ന് രാവിലെ ഏട്ടൻ എന്നെ ഇച്ചിരി അങ്ങോട്ട് ആക്കും. അപ്പോൾ അതിന് വിഷ്ണുവേട്ടൻ വരും. എന്നിട്ട് ഞങ്ങൾ പോവും. എന്ത് വേണം? മിമ്മി വേണോ? എവിടെ മിമ്മി? എൻ്റെ അമ്മയ്ക്ക് കാണിച്ചേ. ഗൈസ് ഇവിടെ വന്നു. ഏട്ടൻ കുറച്ച് ലേറ്റ് ആയിട്ടേ വരും എന്ന് പറഞ്ഞു. അത് കാരണം കുളിച്ചു. കണ്ണമ്മോൻ്റെ വലിയ കെട്ട് ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഷോപ്പിൽ പോയിട്ട് അവിടെ ഇരിക്കുക ബാഗ്. അതിൽ നിന്ന് വേണം ഡ്രസ്സ് എടുത്താൽ. എവിടെ പോന്നെ മിമ്മി? ഇപ്പം അവന് മീമിയെ വേണം, കൊണ്ടുപോകാൻ വേണം അവന്. അത് കാരണം ഏട്ടൻ ഇനി മീനെടുത്ത് അവന് കൊണ്ടുപോകാൻ തരുമ്പോൾ ഇവിടെ മീനുണ്ട് കണ്ടോ. ഞങ്ങൾ പ്രിയയുടെ വീട്ടിലോട്ട് വന്നായിരുന്നു. കുറച്ച് നേരമായി ഞങ്ങൾ വന്നിട്ട്. കണ്ണാ മീന് മുഴുവൻ ഞങ്ങൾക്ക് തരുമോ? മുഴുവൻ തരുമോ ഞങ്ങൾക്ക്? ഇല്ലേ? വൈ എടുക്കട്ടെ, അവിടെ കൊണ്ടുപോവാം. ഓക്കെ, 2 എണ്ണത്തിന് 2 തരാന്ന്. 2 മതിയാ? പോരെ? അയ്യോ, പിന്നെ എത്ര വേണം? എത്ര? 3യോ 10 വേണോ? നോ. അല്ല, ചായരപ്പി വെച്ചിങ്ങ് പോരുങ്ങണ്ട്. അമ്പടൂന്ന് മിമ്മിയെ പിടിക്കുവാണോ? ഒറ്റയോ? മാമ ഞാൻ പിടിക്കാം.
സൂപ്പർ 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 ആയിട്ടാ, സൂപ്പറായി. എവിടെ പോവാ നീ? എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം വൈകുന്നേരത്താണ് പ്രിയ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് കല്യാണത്തിന് ഇടാൻ കുറച്ചുകൂടെ വലിയൊരു ജുമുക്ക അയക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അവൾ അയക്കണത് കേട്ടോ. അന്ന് തുടങ്ങിയ കമ്പനിയാണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ. അതിന്നും അതുപോലെ തന്നെ അതിലും നന്നായിട്ട് നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ ഇരുന്നിട്ട് ഇങ്ങനെ അവനതൊക്കെ കൂടെ അടുക്കി വെക്കും, പിന്നെ ചവിട്ടി താഴെ ഇടും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം എനിക്ക് ഇവളൊക്കെ ഉള്ളത് ഭയങ്കര ഒരു സന്തോഷവും സമാധാനമൊക്കെയാണ്. അത്രയും ക്ലോസാണ് ഞങ്ങൾ കേട്ടോ. എന്തുണ്ടെങ്കിലും തുറന്ന് പറയുന്ന രണ്ടുപേരായതുകൊണ്ട് നമുക്കെപ്പോഴും എന്ത് വിഷമം വന്നാലും തുറന്നു പറയാൻ അപ്പുറത്ത് ഇവളും കൂടെ ഉണ്ട് എന്നുള്ളൊരു സന്തോഷം. ഗൈസ്, അപ്പം എനിക്ക് കനീസ പെരിഡോട്ടിന്റെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. ബൈ. ഫ്രീ പോവാണ്. അത് ഇവരും വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ. എന്നെ പകുതിക്ക് ആക്കി തരാം, പകുതി വിഷ്ണേട്ടൻ വരും. ഇത് ഗിഫ്റ്റ് അല്ല ഗൈസ്, ഇവരുടെ ബുക്കാണ്. ഉണ്ട്, ഞാൻ എടുത്തു. ഇത് എനിക്ക് ഷൂട്ടിനുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പൊ ഞാൻ ഇറങ്ങുവാണ് ഗൈസ്. പോവാ നമുക്ക്. ആരാ കണ്ണമോനെ തൊഴിക്കുന്ന? ഇവനാണോ തൊഴിക്കുന്ന? എന്താടാ നീ തൊഴിക്കുന്ന? അപ്പൊ ഗൈസ് നമ്മള് പോവാണ്, നമ്മൾ ഇറങ്ങി. ഞങ്ങളൊന്ന് നമ്മൾ എത്ര വർഷം, 3 വർഷത്തെ കമ്പനി ഉണ്ട് നമ്മളല്ലേ. ഈ 3 വർഷത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും സമയം ഇരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. കുറേ നാൾക്ക് ശേഷമാണ്. അതെ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വീട്ടിലോട്ടൊക്കെ വരും, പക്ഷെ ഒരുപാട് സമയം ഇരിക്കാറില്ല. അതെ, പക്ഷെ ഒരു കോമഡി എന്ന് വെച്ചാൽ ഇത്രയും നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഞങ്ങളുടെ തീർന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത്? എന്തിനാണ് നീ ചിരിക്കുന്നത്? എന്താടാ? എന്താ രണ്ടുപേർക്കും എന്ത് പറ്റിയതോ? അതവിടെ ഇരുന്ന് എന്താ രണ്ടുപേരും കാണിക്കുന്ന അവിടെ? അവിടെ നോക്കടാ, ഇവിടെ എന്തോ താട്ടനും കുഞ്ഞും കൂടെ ചെയ്യുന്ന. ഇവർക്ക് രണ്ടുപേരും കുറച്ചേരായിട്ട് എന്തോ കാര്യമായിട്ട് പറ്റിട്ടുണ്ട്. കഴിഞ്ഞോ? ലൈറ്റ് അടിച്ചപ്പോ അവരുടെ യുദ്ധം എല്ലാം കഴിഞ്ഞു. ഇപ്പൊ സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അതാണ് കെടുത്തി കഴിയുമ്പോ ഇവിടെ യുദ്ധം. അപ്പൊ അങ്ങനെ കൈമാറ്റം കഴിഞ്ഞു. ഞങ്ങളെ ഇവിടെ കൊടുന്ന് കൈമാറ്റാണ്. അതെ, താലം കൈമാറി. ഞങ്ങളെന്നെ മീനിനെ വിഷ്ണുവിന് കൈമാറിയിട്ടുണ്ട്. എന്നെ അമ്പടൂനി വിഷ്ണുവിന് കൈമാറിയിട്ടുണ്ട്. ഇല്ലേ പ്രിയ? ഭദ്രം, അതെ, ഭദ്രമായി സുരക്ഷിതമായി കൈകളിലേക്ക് ഏൽപ്പി. ഏട്ടാ, എന്തോ ഇവർ രണ്ടുപേരും കൂടെ ഇതിനകത്തൊന്നറിയോ? അമ്പടും കണ്ണമ്മോനും കൂടാ ദേ നിക്കുന്നു. വരുന്നോ ഞങ്ങളുടെ കൂടെ? വാ. അപ്പൊ ബൈ, സെറ്റ്. പോട്ടെ. ബൈ ബൈ. ബൈ ബൈ. ആ പോവാ. ബൈ പറ. ബൈ പറ. അച്ഛക്ക് വീട്ടിൽ ചെന്നിട്ട് അപ്പയ്ക്ക് എന്തുള്ളത്? മീനൊക്കെ വാങ്ങിക്കോട്ടെ. പോകുന്നില്ലേ ഇപ്പൊ? പോണ്ടേ? പോണ്ടത്ര ലോന്ന് വേറെ പോയിക്കോട്ടെ. എന്നപ്പോ ബൈ. നീ വരുമോ? വീട്ടിൽ നിൽക്കാൻ വരുമോ? എന്നിട്ട് കൊറേ കളിക്കാം. ഓക്കെ. കണ്ണമ്മൻ പറഞ്ഞിട്ട് കണ്ണമ്മനെ വിടണ്ടാന്ന്, വീട്ടിൽ കൊണ്ടുപോവാന്ന്. വീട്ടിൽ കൊണ്ടുപോകാ. എന്നാ ശരി. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മള് ഇന്നലെ ഞാൻ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഉള്ള വീഡിയോ കൂടെ എടുക്കണം എന്ന് കരുതിയതായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നടന്നില്ല. ഫുഡൊക്കെ മേടിച്ച് വരുന്നതുകൊണ്ട് നേരെ കഴിക്കാനിരിക്കുമായിരുന്നു. അപ്പം അത് കാരണം അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. കാര്യം വന്നപ്പോൾ പെട്ടെന്ന് അമ്പുട് മഴക്കായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവന് കഴിക്കാൻ കൊടുത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ പാല് കൊടുക്കണം, ഉറക്കണം, അങ്ങനെയായിരുന്നു. ആ ഒരു ഡേ അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ബാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വൈൻഡപ്പ് ഇല്ലായിരുന്നു വീഡിയോയിലേക്ക്.
അപ്പോൾ എന്തായാലും ഇന്നലത്തെ ഒരു ഡേ അങ്ങനെ പോയി. കായംകുളത്തായിരുന്നു കേട്ടോ പ്രിയയുടെ ഒരു ഷോപ്പും പ്രിയയുടെ വീടൊക്കെ. പക്ഷെ പ്രോപ്പർ കായംകുളം അങ്ങനെ അല്ലെന്ന് തോന്നുന്നു, വേറെ എന്തോ സ്ഥലപ്പേരുണ്ട്, സ്ഥലപ്പേരെ മറന്നു പോയിട്ടോ. അപ്പോൾ പ്രിയയുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം, എല്ലാവർക്കും അറിയാം. ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. കാര്യം ഞാൻ മിക്കപ്പോഴും ഞാൻ സ്റ്റോറി ഇടാറുണ്ട്. അത് ഞാൻ അധികം അവിടുന്ന് ഓർണമെൻറ്റ്സ് എടുക്കുന്നതും എല്ലാം ഞാൻ കാണിക്കാറുണ്ട്. പൊതുവേ ഞാൻ എൻ്റെ എല്ലാ പരിപാടിക്കും അവിടെ നിന്നാണ് ഇപ്പോൾ ജ്വല്ലറീസൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എടുത്ത് പറയണം, ക്വാളിറ്റി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിലും ഇതിപ്പോൾ സീരിയസ്ലി ഗൈസ് ഇതൊരു പ്രൊമോഷനായിട്ട് ആരും ഇതൊരു പ്രൊമോഷനായിട്ടൊന്നും ആരും എടുക്കരുത് കേട്ടോ. പ്രൊമോഷന് ഒരിക്കലും ഒരു പ്രൊമോഷനല്ല. പ്രിയ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ടിട്ട് ഇതുവരയ്ക്കും എൻ്റെ കൂടെ അന്ന് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇന്നും കൂടുള്ള ഒരാളാണ് പ്രിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അവൾ ഇങ്ങോട്ടും ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടൊക്കെ ചെന്ന് മീറ്റ് ചെയ്യാറുണ്ട്. ഇച്ചിരി ദൂരം ഉള്ളതുകൊണ്ട്, ഒരു 1 hour ട്രാവൽ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും പോകാൻ പറ്റാറില്ല. എങ്കിൽ പോലും നമ്മൾ ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണും. ഞങ്ങൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇന്ന് പോകാൻ പറ്റുന്നൊന്നും അറിയില്ല. സോ ഒരു ഡേ എന്തായാലും ഞങ്ങൾ ഒരുമിച്ചൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇനി എൻ്റെ വീട്ടിൽ പാലക്കാടാണെന്നുണ്ടെങ്കിൽ പോലും കണ്ണമ്മോൻ്റെ കാര്യങ്ങൾക്കും എൻ്റെ കാര്യത്തിനൊക്കെ എന്തിനു വിളിക്കുമ്പോഴും ഓടി എത്താറുണ്ട് കേട്ടോ പ്രിയയും രാഹുലേട്ടനും. അപ്പം നമുക്കൊരു ബ്രദറിനെ പോലെ രാഹുലേട്ടനും ഇതേപോലെ എന്ത് കാര്യത്തിന് വിളിച്ചാലും ഓടി എത്താറുണ്ട് കേട്ടോ. അപ്പം പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇന്നലത്തെ ഒരു ഡേ അങ്ങനെ അവരുമായിട്ട് ഇന്നലത്തെ ആ ഒരു ഡേ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും വിഷ്ണുവേട്ടനും വീഡിയോയിൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വിഷ്ണുവേട്ടനെ ഞാൻ കാണിക്കാം ഗൈസ്. ദേ കണ്ടോ വിഷ്ണുവേട്ടൻ? ഏതാ വിഷ്ണുവേട്ടൻ എന്നറിയാമോ? ദേ ആ വെള്ള ടീഷർട്ടിൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ടോ? അതാണ് വിഷ്ണുവേട്ടൻ. ഇത് ഐഫോണിലായതുകൊണ്ട് ഇത്രയും സൂം ചെയ്തിട്ട് ഇത്രയും അടുത്ത് കാണുന്നുണ്ടോ? ഇപ്പോൾ ദേ നിൽക്കുന്നു, ദേ നിൽക്കുന്നുണ്ടോ? ആ വെള്ളയുടെ മൂട്ടി നിൽക്കുന്നതാണ് വിഷ്ണുവേട്ടൻ. അത് 5 ആണെന്ന് തോന്നുന്നു കേട്ടോ വെള്ള ടീഷർട്ട് ഇട്ടത്. എനിക്ക് ഇവിടുന്ന് കാണുമ്പോൾ അയ്യോ എന്ത് ദൂരെ അവർ നിൽക്കുന്നതെന്നറിയാം. പക്ഷെ ഫോണിൽ നന്നായിട്ട് അറിയുന്നുണ്ട്. അമ്പുടും അനന്തും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അനന്തൂനും അമ്പുടിനും പക്ഷെ കാണുന്നില്ല. ഇതൊന്ന് ബോൾ ഉരുണ്ട് വരാത്തടത്തായിരിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ വിഷ്ണുവിൻ്റെ കൈയാട്ടി നോക്കട്ടെ. പക്ഷെ വിഷ്ണുവേട്ടൻ കാണത്തില്ല. എനിക്ക് ഇവിടുന്ന് വിളിക്കാൻ ഭയങ്കര മടിയാണ്. അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ വിളിക്കത്തില്ല. വിഷ്ണുവേട്ടൻ ഓടുന്നുണ്ട്. വിഷ്ണുവേട്ടാ കേൾക്കത്തില്ല. എൻ്റെ ഈ വിളിയിൽ കേൾക്കത്തില്ല. ഞാൻ ഉറക്ക വിളിച്ചാൽ കേൾക്കും. പക്ഷെ ഞാൻ ഉറക്ക വിളിച്ച് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ അവിടെ ഉള്ളവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് നോക്കും. അതുകൊണ്ട് ഞാൻ ഉറക്ക വിളിക്കുന്നില്ല കേസ്. ദേ അടിക്കുന്നു, ബോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് വിഷ്ണുവേട്ടനുള്ളത്. ഇത് എത്ര ദൂരെയാന്ന് കാണിക്കാതെ കണ്ടോ? ഇത്രയും ദൂരെയാണുള്ളത്.